തല കറങ്ങി വീഴുന്ന ഒരു അനുജനുണ്ടായിരുന്നു എനിക്ക്. പാടശേഖരങ്ങളിൽ പണിയെടുക്കുന്ന അച്ഛനും അമ്മയ്ക്കും തലയിൽ കഞ്ഞിവെള്ള പാത്രം ചുമന്നുകൊണ്ട് പോകുമ്പോൾ എന്റെ വിരൽത്തുമ്പ് പിടിച്ച് അവനുണ്ടാവുമായിരുന്നു കൂടെ. അപ്പാവും അമ്മാവും മരിച്ചപ്പോൾ അവനെ വളർത്താൻ ഓട മുതൽ സെപ്റ്റി ടാങ്ക് വരെ കഴുകിയിട്ടുണ്ട് ആ അനുജന്റെ ചേട്ടൻ. ആ അനുജന്റെ പേര് ബാലസുബ്രഹ്മണ്യം, ഏട്ടൻ ശിവസുബ്രഹ്മണ്യം. അറിയുമോ? ചേട്ടാ. ചേട്ടനോ? ഞാൻ നിനക്ക് ചേട്ടൻ മാത്രമാണോ? 12 വയസ്സ് മുതൽ ഞാൻ നിനക്ക് അപ്പ മാതിരി കൂടുതലിരുന്നതല്ലേ? പറയൂ, എന്ത് നേടാനാ നീ? നിരപരാധികളായ മനുഷ്യരെ കൊല ചെയ്തിട്ട് നാട്ടിൽ രക്തമൊഴുക്കി ചരിത്രത്തില് ആര് എപ്പോ എന്ത് എന്ത് നേടിയിരിക്കുന്നടാ? എങ്കിരുന്നടാ എപ്പോഴാ இந்த மாதிரி ടെറസ് ഗ്രൂപ്പില്? ചേട്ടാ, ഞാൻ ഓക്കെ, ഞാൻ മനസ്സ് വേദനപ്പെടുത്തലേ. പക്ഷേ ഒന്നെനിക്കിപ്പോൾ അറിയണം, ഇത്രയും കാലം നിന്നെ പുറത്തു കൊണ്ടുവരാൻ ഞാൻ ഒഴുക്കിയ വേർവത്തുള്ളിയുടെയും പണത്തിന്റെ കണക്ക് നീ അറിയണ്ട. നിന്നെ വെളിയിൽ കൊണ്ടുവരാൻ അവസാന ശ്രമത്തിലാണ് ഞാനിപ്പോ. ടെൽമി, വെളിയിൽ വന്ന നീ വീണ്ടും നോക്ക്. ഇവക്ക് നിന്നെ പഴയ സുബ്രഹ്മണ്യം കൊടുക്കാന്ന് ഞാൻ വാക്ക് കൊടുത്തതാ. ഇവളുടെ കഴുത്തില് നിനക്ക് കിട്ടാനുള്ള താലി വരെ ഞാൻ പണിഞ്ഞു വെച്ചിരിക്കുക. പറയടാ, ഒരിക്കലും നീ പഴയ വഴിയിൽ പോകില്ലെന്ന് എനിക്ക് കേൾക്കണം. ഇവക്കും കേൾക്കണോ അത്? പറയടാ. കാതറിൻ. സർ, സമയമായി. മിസ്റ്റർ ചാർലി, എൻ്റെ ഭാഗത്തുനിന്നുള്ള ഓപ്പറേഷൻസ് ഒക്കെ കറക്റ്റ് ആയിരുന്നു. ബട്ട് ഒരു ഫൂളിഷ് അറ്റംപ്റ്റ് ആണ് ചാൾസ് കാണിച്ചത്. തട്ടേക്കാട് കോളനി പ്രശ്നത്തിൽ അവൻ ഡമ്മി കളിച്ചപ്പോൾ ഞാൻ കരുതിയത് മണിക്കൂറുകൾക്കുള്ളിൽ അവൻ കാര്യം സാധിക്കുമെന്ന. അവസാനം പോയി പെട്ടു. ഭാഗ്യത്തിന് ജീവൻ തിരിച്ചു കിട്ടുമെന്ന് ഉറപ്പില്ലാത്തതിനാൽ തെളിവുകളൊന്നും. മിസ്റ്റർ മിനിസ്റ്റർ, ചാൾസിനെ നിങ്ങൾക്കറിയോ? 35 വർഷം ദാ ഇവിടെ തൊടുവിടം ചേർന്ന് നടന്നവരെ ഞങ്ങൾ. അവനെക്കുറിച്ച് ഇനി എന്തെങ്കിലും പറഞ്ഞാൽ. ഇല്ല. പക്ഷെ നീ ഒന്നോർക്കണം, മിനിറ്റുകൾക്ക് വിലയുള്ള, തന്റെ ചൂണ്ടുവിരൽ ലോകത്തിന്റെ അച്ചുതണ്ടായി കാണാൻ കരുത്തുള്ള ശതകോടീശ്വരൻ, സങ്കല്പിക്കാൻ പോലുമാകാത്ത ഒരു ബിസിനസ് സാമ്രാജ്യത്തിന്റെ തലതൊട്ടപ്പൻ. അയാളാ സ്വന്തം അനുജന് വേണ്ടി എന്നെയും നിന്നെയും വിശ്വസിച്ച് ഇവിടെ ഒരു കള്ളനെ പോലെ കഴിയുന്നത്. വലിയ കൗശലക്കാരനാണ് ചാൾസ് എന്ന് നീ തന്നെയല്ലേ പറഞ്ഞത്? അത് വെച്ച് നീ തന്നെയല്ലേ പ്രോഗ്രാം ഡിസൈൻ ചെയ്തത്? നീ തന്നെയല്ലേ അവനെ അയച്ചത്? നീ തന്നെയല്ലേ അവനെ? അതെ, ഏറ്റെടുത്ത കാര്യങ്ങളൊന്നും പിഴയ്ക്കാത്ത ഞാൻ തന്നെയാ. അഥവാ പിഴച്ചാൽ ആ സ്പോട്ടിൽ സ്വന്തം ജീവൻ കളഞ്ഞിരിക്കും. പക്ഷെ അതിനുള്ള അവസരം അവന് കിട്ടിയില്ല. ഞാനിപ്പോൾ പറയുന്നു, ഞങ്ങളുടെ ജീവനേക്കാൾ വലുതാണ് ഞങ്ങളുടെ വാക്ക്. 4 ദിവസത്തേക്ക്. ഇതുപോലൊരു വാക്കും പറഞ്ഞ് ഇതിനേക്കാൾ വലിയ കോൺഫിഡൻസോട് കൂടിയായിരുന്നു നിന്റെ ബ്രദർ ചാൾസ് എന്ന സിംഗപ്പൂരിൽ നിന്നും പറഞ്ഞത്. അയാളിപ്പോ മരിക്കാൻ പോലും പരസഹായം കാത്ത് ഹോസ്പിറ്റലിൽ കഴിയാ. മാഡം പ്ലീസ്. എന്താ, സത്യമല്ലേ? കരീബിയൻ ബ്രദേഴ്സിന്റെ കരുത്ത് കാണിക്കേണ്ടത് വാക്കിലല്ല, പ്രവൃത്തിയിൽ വേണം. കാതറിൻ, ഞാൻ അന്നേ പറഞ്ഞതല്ലേ എനിക്ക് വിശ്വാസമില്ലാന്ന്. ആശിച്ചതൊക്കെ വെറുതെയായി. ലുക്ക് മിസ്റ്റർ ചാർലി, വാട്ട് ഈസ് ഓൾ ദിസ്? 4 ദിവസമാണ് ഞാൻ ചോദിച്ചത്. അതിനുള്ളിൽ ഹോം മിനിസ്റ്റർ മേശപ്പുറത്തിരിക്കുന്ന റിപ്പോർട്ടിൽ മിനിസ്റ്റർ റിസൈൻ പതിഞ്ഞിരിക്കും. അത് വിജയിച്ചാൽ കിട്ടുന്ന പണം മാത്രം മോഹിച്ചിട്ടല്ല. കാതറിൻ, എത്ര നേരമായിട്ടാ ഇങ്ങനെ നിൽക്കുന്നത്? വാ, നമുക്ക് പോകാം. അവന്റെ അവസ്ഥ കണ്ടപ്പോ മനസ്സിന് വല്ലാത്തൊരു നൊമ്പരം. എന്റെ ബാലയെ ഈ രൂപത്തിൽ കാണണ്ടായിരുന്നു, ഞാൻ വരണ്ടായിരുന്നു. എനിക്കറിയാം, ഉൻ മനസ്സിൽ എവളോ കഷ്ടം നിനക്ക് പുരിയത്. 6 വർഷം കാത്തിരുന്നിട്ടു. നമുക്കിപ്പോ ചാർലിയെ നമ്പിനാത്താൻ കഴിയും. അത് തവറ വേറെ വഴിയേയില്ലേ. വിശ്വസിക്കാം, പക്ഷേ ആശ്വസിപ്പിക്കാൻ പറയല്ല. ഉന്നി അവനെയും ഞാൻ കണ്ടിപ്പാ സേത്തുവപ്പേ. എന്നെ നമ്പ. വാ പോല. കമോൺ. കരീബിയൻ ബ്രദേഴ്സ്. അതാണ് സർ അവരുടെ നിക്നെയിം.
താനിത് പൂർണ്ണമായും വിശ്വസിക്കുന്നുണ്ടോ? എന്ന് ചോദിച്ചാൽ ഞാനിത് പൂർണ്ണമായും അവിശ്വസിക്കുന്നില്ല സർ. മഹാരാഷ്ട്ര പോലീസിന്റെ ഈ റിപ്പോർട്ടിൽ ഇവർക്കെതിരെ തെളിവുകളൊന്നും ഇല്ല മിസ്റ്റർ ഇക്ബാൽ. അങ്ങനെ തെളിവുകൾ ഉണ്ടാവാൻ അവരിതുവരെ പിടിക്കപ്പെട്ടിട്ടില്ല സർ. അതുകൊണ്ട് തന്നെ തെളിയിക്കപ്പെട്ട ഒരു കേസുകളിലും ഇവർ പ്രതികളുമല്ല. 55-60 കാലഘട്ടങ്ങളിലെങ്ങോ ഇത്തരത്തിലൊരു കരീബിയൻസ് ഗാങ്ങിനെ കുറിച്ച് വാർത്തയുണ്ടായിരുന്നു. ആ ഗാങ് ഇപ്പോഴുള്ളതായി മഹാരാഷ്ട്ര പോലീസിന്റെ കയ്യിൽ എന്തെങ്കിലും എവിഡൻസ്? സർ, ആ റിപ്പോർട്ട് മുഴുവൻ നോക്കിയില്ല. ദെൻ വാട്ട് എൽസ്? ബോംബെയുടെ ഔട്ട്സ്കട്ട്സായ വാസായി ഗാവിൽ നിന്നും ബോട്ടിൽ പട്ടണത്തിലെത്തി കൊള്ളയും ക്രിമിനലിസവും നടത്തി മുങ്ങിയിരുന്ന ഒരു സംഘം കറുത്ത ചെറുപ്പക്കാരുണ്ടായിരുന്നു. അവരാണ് ഒരു കാലത്ത് വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്ന കരീബിയൻ ഗാങ്. ഈ ഗാങ്ങും അവരും തമ്മിൽ പ്രത്യക്ഷത്തിൽ ബന്ധമൊന്നുമില്ല. കൊല്ലത്തിനടുത്ത് തങ്കശ്ശേരിയിലെ ആംഗ്ലോ ഇന്ത്യൻ ഫാമിലിയിൽപ്പെട്ട ഒരു കപ്പൽ ജീവനക്കാരനായിരുന്നു ഇവരുടെ അച്ഛൻ. ബോംബെയിലെ ഈ ഗാങ്ങുമായി നടന്നൊരു ഏറ്റുമുട്ടൽപ്പെട്ട് അയാൾ കൊല്ലപ്പെട്ടു എന്ന് മാത്രമേ നമുക്ക് റിപ്പോർട്ട് കിട്ടിയിട്ടുള്ളൂ. അവരോട് പ്രതികാരം ചെയ്യാൻ വളർന്നപ്പോൾ അതേ പേരിൽ ഇവർ ഇറങ്ങിത്തിരിച്ചെന്നാണോ താൻ പറയുന്നത്? നോ സർ, അങ്ങനെ ഒരു ബാക്ക് ഹിസ്റ്ററി അല്ല ഇവരുടേത്. ഇവർക്ക് 10-12 വയസ്സ് പ്രായമുള്ളപ്പോൾ ഇവരുടെ അമ്മ ലിവർ സിറോസിസ് വന്ന് മരിച്ചു. അതിനുശേഷം 6 മാസം കരയിലും 6 മാസം കടലിലും ജീവിക്കുന്ന കപ്പൽ ജീവനക്കാരുടെ ക്യാമ്പായ സീമൻ ഹോസ്റ്റലിലെ തൻ്റെ അച്ഛൻ്റെ സുഹൃത്തുക്കൾ ഇവരെ എടുത്ത് വളർത്തി. ഷാർപ്പ് ആൻഡ് ക്രൂക്കറ്റ് മൈൻഡഡായ അവരോടൊപ്പമുള്ള ജീവിതമാണ് ഇവരെ എന്തിനും പോന്നവരാക്കിയത്. ഏതോ ഒരു കാലഘട്ടത്തിൽ ഇവർ ബോംബെയിൽ നിന്നും അബ്സ്കോണ്ടിങ് ആയി. പിന്നീട് ഇവരുടെ താവളം മലേഷ്യയായിരുന്നു. കുറച്ചുകൂടെ വളക്കൂറുള്ള മണ്ണ്. യെസ്, എല്ലാത്തരം കളികൾക്കും ലോകത്തിന്റെ ഏത് ഭാഗത്തുമുള്ള ആർക്കും ഉപയോഗിക്കാൻ കഴിയുന്ന ഒരേ ഒരു സ്ഥലം കരീബിയൻ ബ്രദേഴ്സ്. ആരുടെ പഞ്ചേന്ദ്രിയങ്ങളെയും വെട്ടിച്ച് എളുപ്പത്തിൽ അപ്രത്യക്ഷരാകാൻ കഴിവുള്ള ക്രിമിനൽ ട്വിൻസ്. ഇറ്റ്സ് ടെറിബിളി സർപ്രൈസിംഗ്. ബേസിക്കലി ചാൾസിനേക്കാൾ അപകടകാരിയും ക്രൂക്കഡുമാണ് ചാർലി. ദേ ആർ വെരി ക്ലോസ്ലി അറ്റാച്ച്ഡ്. അധികം പിരിഞ്ഞിരിക്കാൻ ഇവർക്കാവില്ല. ഏതൊരു ഓപ്പറേഷനിലും ഇവർ ഒരുമിച്ചുണ്ടാവും. അതുകൊണ്ടാണ് മിനിസ്റ്ററുടെ വീട്ടിൽ രണ്ടാമതൊരാൾ അതേ ഗെറ്റപ്പിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് ചാർലി അല്ലാതെ മറ്റാരും ആവില്ലെന്ന് ഞാൻ സംശയിച്ചത്. ബട്ട് their motive? ഒന്നുകിൽ ഒരു പൊളിറ്റിക്കൽ അസാസിനേഷൻ, അതല്ലെങ്കിൽ ഈ നാടിന് നടക്കുന്ന മറ്റെന്തെങ്കിലും ഓപ്പറേഷൻ. അതായിരിക്കണം അവരുടെ ലക്ഷ്യം. വി ഹാവ് ടു ഫൈൻഡ് ഇറ്റ് ഔട്ട്. എങ്കിലും ഒരു നിമിഷം പോലും ഇനി നീട്ടാനാവില്ല. ഈ രാജ്യത്തിന്റെ ഏത് കോണിലാണെങ്കിലും അവനെ ഉടനെ പിടിക്കണം. സർ, അത് നോ നോ നോ, ഇനി ഒരു വിശദീകരണവും കേട്ട് തല കുലുക്കാൻ എനിക്കാവില്ല. സർ പ്ലീസ്, ഓൺ വാട്ട് ചാർജസ് വി വിൽ അറസ്റ്റ് ദം? അവർക്കെതിരെ ഇവിടെ ആരും പരാതിപ്പെട്ടിട്ടില്ല. അവരുടെ പേരിൽ ഒരു ക്രൈമും ഇല്ല. See, what rubbish are you talking, Mr. ഇക്ബാൽ? സാക്ഷാൽ ഹോം മിനിസ്റ്ററായ ആൾമാറാട്ടം നടത്തിയത് ഒഫൻസ് അല്ലേ? അത് ഹോം മിനിസ്റ്റർ തന്നെ ആയിരുന്നു എന്ന് ഹോം മിനിസ്റ്റർ തന്നെ പബ്ലിക്കായിട്ട് സമ്മതിച്ചതല്ലേ? പിന്നെ വേണമെങ്കിൽ നാടിന്റെ മുക്കും മൂലയും ഞാൻ അരിച്ചു പെറുക്കാം, തോക്കുമായിട്ട് കടന്നു ചെല്ലാം. പക്ഷെ ജീവനോട് അവനെ പിടിക്കാനാവില്ല. അതിന് തെളിവാണ് ചാൾസ്. Then how can you reach? ഏത് സിംഹത്തെയും ജീവനോടെ പിടികൂടണമെങ്കിൽ കെണി ഒരുക്കുക തന്നെ വേണം. സോ ഗീവ് മി ടൈം. ആത്മഹത്യ ചെയ്യാൻ പോലും സമയം കൊടുക്കാതെ പൂട്ട് ഞാൻ അവനെയോ അവൻ്റെ കോക്സിനെയും, ഐ മീൻ അവൻ്റെ അമരക്കാരനെ.